ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ ജനുവരി മാസം ഈ പ്രഭാതത്തിൽ പ്രഭാതമന്യമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും. ഇവിടെ വിതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്തോത്രം. നാം എന്ത് വിതയ്ക്കപ്പെടുന്നുവോ അതിൻ്റെ ഫലം നാം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. ഞങ്ങളെ ശ്രമിക്കുന്ന പലരും കൃഷി ചെയ്യുന്നവരുണ്ടായിരിക്കാം. അത് നിങ്ങൾ എന്ത് വിത്ത് വിതയ്ക്കുന്നുവോ ആ വിത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുവാൻ ഇടയായിത്തീരുമല്ലോ. ഇതുപോലെ നാം നമ്മുടെ ജഡത്തിൽ നിന്നും അഥവാ നമ്മുടെ ശരീരത്തിൽ നിന്നും അഥവാ നമ്മുടെ ആത്മാവിൽ നിന്നും നാം എന്ത് വിതയ്ക്കുന്നുവോ അതിന്റെ ഫലം കൊയ്യുവാൻ ഇടയായിത്തീരും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും, തിന്മ വിതച്ചാൽ തിന്മയുടെ ഫലം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തോട്ട് വായിക്കുന്നുണ്ട്. അതിപ്രകാരമാണ് വായിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ: ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ പകയായാലും വിദ്വേഷമായാലും അവയെ വായിച്ചതുപോലെ അത് ദുർനടപ്പായാലും അശുദ്ധിയായാലും അത് ദുഷ്കാമമായാലും വിഗ്രഹ ആരാധനയായാലും ആഭിചാരമാകയാലും അവയെ സാഠ്യമായാലും ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ നാം വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ദൈവം വസിക്കുന്ന ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുക ഇല്ല. എന്നാൽ നാം പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിൽ ആത്മാവിന്റെ ഫലം ഉള്ളവരായി തീരുവാൻ ഇടയാകണം. എന്താണ് ആത്മാവിന്റെ ഫലങ്ങൾ? ആത്മാവിന്റെ ഫലങ്ങൾ 9 ഫലങ്ങളാണ് ഉള്ളത്. 1 സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഇങ്ങനെ ഈ 9 ഫലങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ. ഈ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ നീതി, ആലോചന, ഉപദേശം അനുസരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവകൽപ്പനകൾ 10 അനുസരിച്ച് നാം വിശുദ്ധിയോടെ ജീവിക്കുമെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു. റോമാലേഖനം 6:21: നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു എന്ന് രക്ഷിക്കപ്പെടുന്ന മുമ്പ് നിങ്ങൾ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫലമുണ്ടായിരുന്നത്?
ഇപ്പോൾ ലജ്ജയല്ലേ തോന്നുന്നത്? എന്നാൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആത്മാവിന്റെ ഫലത്തിൽ നാം നടക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷമാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. റോമാലേഖനം 8:13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. അത് ജഡം പറയുന്നത് കേട്ട് അനുസരിച്ച് നിങ്ങൾ നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ എന്ത് ചെയ്യണം? ശരീരത്തിന്റെ പ്രവൃത്തികൾ അഥവാ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. സ്തോത്രം. ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന, ജഡത്തിന്റെ ചിന്തകളാകുന്ന ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, സാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരവിപ്പിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. 126-ാം സങ്കീർത്തനം 5-ാം വാക്യം, കണ്ണുനീരോടെ വിളിക്കുന്നവൻ എന്ത് ചെയ്യും? ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിളിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ആർപ്പോടെ കൊയ്യാം. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതവേളയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്തോത്രം ചെയ്യാം, നമ്മെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമുള്ള പ്രവൃത്തികളാണ്? ജഡത്തിന്റെ പ്രവൃത്തികളാണോ അതോ ആത്മാവിന്റെ പ്രവൃത്തികൾ ആണോ? ആത്മാവിന്റെ പ്രവൃത്തിയാകുന്ന ഒന്നാം ഫലമാകുന്ന സ്നേഹം നമ്മളിലുണ്ടോ? സ്തോത്രം. ബാക്കിയുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ സ്തോത്രം നമുക്ക് മനസ്സുണ്ടോ? സ്തോത്രം. അതോ ഇന്നും ജഡത്തില് അസൂയയും പകയും വിദ്വേഷവും ആഭിചാരവും ഒക്കെ വെച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ദൈവത്തെ പ്രാർത്ഥിക്കാൻ. ദൈവമേ, അടിയങ്ങളോട് ക്ഷമിക്കണമേ, അടിയങ്ങളോട് പൊറുക്കണമേ. ഈ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും അടിയങ്ങളെ വിടുവിച്ച് ആത്മാവിന്റെ ഫലമുള്ളവരായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചില്ല എങ്കിൽ ഈ നിമിഷം അതിനുവേണ്ടി ഒരു പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിനെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാം. ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കഥാവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അങ്ങേ വ്യക്തിപരമായിട്ട് രക്ഷകനായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെയും ഈ നിമിഷം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പിതാവേ, തടസ്സമായിട്ട് സാത്താൻ പ്രവർത്തിക്കുവാൻ ഇടയാകാതെ വണ്ണം അങ്ങേ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആത്മാവിന്റെ ഫലമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.